ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂസിലൻഡിലെത്തും. പാർലമെന്റിൽ നടപടികൾ പുരോഗമിക്കുന്നു. IT വ്യവസായത്തെ ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്കും എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ജിതിൻ പ്രസാദ. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 9ാം ദിവസവും തുടരുന്നു. ഇനിയും കണ്ടെത്താനുള്ളത് 152 പേരെ. മാലിന്യമുക്ത കേരളത്തിലേക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് വിനേഷ് ഫോഗട്ടിന് അയോഗ്യത. ഭാരക്കൂടുതൽ മൂലമാണ് അയോഗ്യത. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂസിലൻഡിലെത്തും. ന്യൂസിലൻഡിൽ ഗവർണർ ജനറൽ ഡെയിം സെൻഡിക്കെരോ, പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ ഫിജി സന്ദർശനത്തിന് ശേഷമാണ് രാഷ്ട്രപതി ന്യൂസിലൻഡിലെത്തുന്നത്. പാർലമെന്റിലെ ഇരുസഭകളിലും നടപടികൾ തുടരുന്നു. ഇരുസഭകളിലും ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. IT വ്യവസായത്തെ ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്കും എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി ജിതിൻ പ്രസാദ പറഞ്ഞു. 65 സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതിൽ 57 ടയർ 2, ടയർ 3 നഗരങ്ങളിലാണെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത കേരളത്തിലേക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തിരുവനന്തപുരം ആമയിഴഞ്ചൻ തോടിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളോടെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആമയിഴഞ്ചൻ തോടിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന തമ്പാനൂർ വാർഡ് ജനകീയ സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സർക്കാർ ശ്രമങ്ങളോട് സഹകരിക്കാത്തവരെ പൊതുജനങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ആമയിഴഞ്ചൻ തോട് ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് ജനകീയ സമിതികൾ രൂപീകരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനും ആമയിഴഞ്ചൻ തോട് ഉൾപ്പെടെയുള്ള നീർച്ചാലുകളും ജലാശയങ്ങളും സംരക്ഷിക്കുന്നതിനുമായി ആമയിഴഞ്ചൻ തോട് കടന്നുപോകുന്ന 7 നഗരസഭാ വാർഡുകൾ കേന്ദ്രീകരിച്ച് ജനകീയ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള സൺറൈസ് വാലിയിലാണ് ഇന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നത്. 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. തിരച്ചിൽ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ്. മനുഷ്യന് നേരിട്ടെത്തി പരിശോധന നടത്താൻ പ്രയാസമുള്ള സൺറൈസ് വാലിയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. 2 ഹെലികോപ്റ്ററിൽ 12 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. മനുഷ്യ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രത്യേകം പരിശീലനം ലഭിച്ച കഡാബർ ഡോഗുകളും ഒപ്പമുണ്ട്. ഏറെ ദുഷ്കരമായ തിരച്ചിലിന് വനംവകുപ്പും നേതൃത്വം നൽകുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കൽ നടപടികൾ ഊർജിതമായി തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി വളരെ വേഗത്തിൽ വാടക വീടുകൾ കണ്ടെത്തി ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. 661 കുടുംബങ്ങളാണ് വിവിധ ക്യാമ്പുകൾ കഴിയുന്നത്. ദുരന്തമേറെ നാശം വിതച്ച സ്ഥലങ്ങളിൽ പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് ഇന്ന് തിരച്ചിൽ ഊർജിതമായി നടക്കുന്നത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് വീണ്ടും വള്ളം മറിഞ്ഞു. ഒരു മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇയാളെ ചിറയൻകീഴ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 6:15ഓടെയാണ് ഫ്രണ്ട്സ് എന്ന വള്ളം മറിഞ്ഞത്. മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരം തുമ്പയിൽ വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തുമ്പ സ്വദേശി സെബാസ്റ്റ്യനെയാണ് കാണാതായത്. തിരയടിച്ച് വള്ളം മറിയുകയായിരുന്നു. വള്ളത്തിൽ ആകെ 5 പേരാണ് ഉണ്ടായിരുന്നത്. സെബാസ്റ്റ്യൻ ഒഴികെ മറ്റ് 4 പേരും നീന്തി രക്ഷപ്പെട്ടു. സെബാസ്റ്റ്യനായുള്ള തിരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായി കൃഷിഭവനിൽ അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. തിരുവനന്തപുരം വിതുര തൊളിക്കോട് പഞ്ചായത്ത് ചായം വാർഡ് ഗ്രാമസഭാ യോഗം നാളെ രാവിലെ പരപ്പാറ മങ്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ചടങ്ങ് തൊളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് സെക്രട്ടറി, ചായം വാർഡ് മെമ്പർ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാരീസ് ഒളിമ്പിക്സിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് ഗുസ്തി മത്സരത്തിൽ വിനേഷ് ഫോഗട്ടിന് അയോഗ്യത. ഭാരക്കൂടുതൽ മൂലമാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യത കൽപ്പിച്ചത്. അതേസമയം പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര നാളെ ഫൈനൽ മത്സരത്തിനിറങ്ങും.
ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ജർമ്മനിയോട് പരാജയപ്പെട്ടു. വെങ്കലത്തിനായി ഇന്ത്യ നാളെ സ്പെയിനിനോട് ഏറ്റുമുട്ടും. ഇന്ന് നടക്കുന്ന ടേബിൾ ടെന്നീസ് മത്സരത്തിൽ മണിക ബത്ര, ശ്രീജ ആകുല, അർച്ചന കാമത്ത് എന്നിവർ മത്സരിക്കും. 49 കിലോഗ്രാം ഭാരദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവും ഇന്ന് മത്സരത്തിനിറങ്ങും. 24 സ്വർണം ഉൾപ്പെടെ 86 മെഡലുകളുമായി അമേരിക്ക മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്തും 22 സ്വർണം ഉൾപ്പെടെ 59 മെഡലുകളുമായി ചൈന 2-ാം സ്ഥാനത്തുമാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 3ാമത്തെ ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കും. 2ാം ഏകദിനം ജയിച്ച ശ്രീലങ്ക പരമ്പരയിൽ 1-0 മുന്നിലാണ്. ആദ്യ മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു. 1997 ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഒരു പരമ്പരയിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. നിറപുത്തരി പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 11 വൈകിട്ട് 5 തുറക്കും. 12 നിറപുത്തരി പൂജകൾ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. സന്നിധാനത്ത് നിറപുത്തരി ദിനമായ ഈ മാസം 12 രാവിലെ 5:45 മുതൽ 6:30 വരെയാണ് നിറപുത്തരി പൂജകൾ നടക്കുക. ഭക്തർ എത്തിക്കുന്നതും സന്നിധാനത്തുൾപ്പെടെ നിറപുത്തരിക്കായി വിവിധ സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത നെൽക്കതിരുകൾ 18ാം പടിക്ക് സമീപം സമർപ്പിക്കും. തന്ത്രിയും മേൽശാന്തിയും എത്തി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി വാദ്യമേളങ്ങളോടെ കിഴക്കേ മണ്ഡപത്തിൽ എത്തിക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ പൂജിച്ച് ശ്രീകോവിൽ, സോപാനം എന്നിവിടങ്ങളിൽ കെട്ടിയ ശേഷം ഭക്തർക്ക് പ്രസാദമായും നൽകും. പൂജകൾ പൂർത്തിയാക്കി അന്ന് രാത്രി 10 അടയ്ക്കുന്ന നട ചിങ്ങമാസ പൂജയ്ക്കായി വീണ്ടും ഈ മാസം 16 തുറക്കും. KSRTC ഉൾപ്പെടെ ഭക്തർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം പെരുന്താനയ്ക്ക് സമീപമുണ്ടായ വെടിവെപ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടറെ കൊല്ലം പാരിപ്പള്ളിയിലെ താമസ സ്ഥലത്ത് എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുത്തു. വഞ്ചിയൂർ CAയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡോക്ടറെ പാരിപ്പള്ളിയിലെ ക്വാർട്ടേഴ്സിലെത്തിച്ച് തെളിവെടുത്തത്. വിരലടയാള ഫോറൻസിക് വിദഗ്ധർ തെളിവ് ശേഖരിച്ചു. വഞ്ചിയൂരിൽ സ്ത്രീക്ക് നേരെ വെടിയുതിർത്ത ശേഷം കാറിൽ കടന്ന വനിതാ ഡോക്ടർ പാരിപ്പള്ളിയിലെ ക്വാർട്ടേഴ്സിലാണ് തോക്ക് ഒളിപ്പിച്ചിരുന്നത്. ഡോക്ടർ പിടിയിലായതിന്റെ അടുത്ത ദിവസം രാവിലെ തോക്ക് ക്വാർട്ടേഴ്സിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ആറ്റിങ്ങൽ കരിച്ചിയിൽ ഭാര്യാമാതാവിനെ മരുമകൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. രേണുക അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന 50 വയസ്സുള്ള പ്രീതയെയാണ് അനിൽകുമാർ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. വർക്കല കുരക്കണ്ണി സ്വദേശിയായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ, കോട്ടയം ജില്ലകളിലെ നാലമ്പലങ്ങൾ സന്ദർശിക്കുന്ന KSRTC ടൂറിസം സെല്ലിന്റെ തീർത്ഥാടന യാത്രകൾ അവസാന ഘട്ടത്തിൽ. ഈ മാസം 10-നും 15-നും കോട്ടയത്തേക്കും നാളെയും 13-നും തൃശൂരേക്കും കൊല്ലത്ത് നിന്ന് യാത്രകൾ ഉണ്ടായിരിക്കും. രാവിലെ 5-ന് ആരംഭിക്കുന്ന കോട്ടയം നാലമ്പല യാത്രകൾ രാമപുരം ശ്രീരാമക്ഷേത്രം, കൂടപ്പുലം ലക്ഷ്മണക്ഷേത്രം, അമനക്കര ഭരതക്ഷേത്രം, മേതിരി ശത്രുഘ്ന ക്ഷേത്രം എന്നിവ സന്ദർശിച്ച ശേഷം രാത്രി 8 മണിയോടെ കൊല്ലത്ത് മടങ്ങിയെത്തും. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, കൂടൽമാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്ന തൃശൂർ നാലമ്പല യാത്രകൾ രാത്രി 8-ന് ആരംഭിച്ച് പിറ്റേന്ന് വൈകിട്ട് 5 മണിയോടെ കൊല്ലത്ത് തിരിച്ചെത്തും. ചെങ്ങന്നൂർ KSRTC ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച സർവീസ് മന്ത്രി സജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെങ്ങന്നൂർ മഹാദേവർ ക്ഷേത്രം, മംഗലം, പുതുക്കുളങ്ങര, ഓതറ റൂട്ടിലാണ് ബസ് സർവീസ്. ഹരിപ്പാട് വലിയഴീക്കൽ വിഴിഞ്ഞം ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് നാളെ ആരംഭിക്കും. വെളുപ്പിന് 5:30-ന് ഹരിപ്പാട് നിന്ന് ആരംഭിക്കുന്ന സർവീസ് രമേശ് ചെന്നിത്തല MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. തോട്ടപ്പള്ളി, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, വലിയഴീക്കൽ, അഴീക്കൽ, അമൃതപുരി, ചെറിയഴീക്കൽ, പണിക്കർക്കടവ്, കരുനാഗപ്പള്ളി, കൊല്ലം, ആറ്റിങ്ങൽ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, കോവളം, വിഴിഞ്ഞം റൂട്ടിലാണ് ബസ് സർവീസ്. ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം വെള്ളനാട് KSRTC ഡിപ്പോയിൽ നിന്ന് ഈ മാസം 21, 22 തീയതികളിൽ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന യാത്ര സംഘടിപ്പിക്കും. ആറന്മുള പള്ളിയോട സേവാ സംഘവുമായി സഹകരിച്ച് ആറന്മുള വള്ളസദ്യയും തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂസിലൻഡിൽ എത്തും. പാർലമെന്റിൽ നടപടികൾ പുരോഗമിക്കുന്നു. IT വ്യവസായത്തെ ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്കും എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ജിതിൻ പ്രസാദ. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുന്നു. ഇനിയും കണ്ടെത്താനുള്ളത് 152 പേരെ. മാലിന്യമുക്ത കേരളത്തിലേക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് വിനേഷ് ഫോഗട്ടിന് അയോഗ്യത. ഭാരക്കൂടുതൽ മൂലമാണ് അയോഗ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.